നമസ്കാരം. പച്ചക്കറികളിലും അതുപോലെ തന്നെ ഫ്രൂട്ട് ട്രീസ്, പഴങ്ങൾ വളർത്തുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഇത് ശരിയൊരു ഫ്ലൈ ട്രാപ്പാണ്. ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കാകളെ കുത്തിയിട്ട് നീരൂറ്റി കുടിച്ച് അതിന് ഷേപ്പ് ഇല്ലാതാക്കുക, കേടുവരുത്തുക, ഇത്തരം പ്രാണികളെ പിടിക്കാനുള്ള നമ്മൾ പഴക്കണിയൊക്കെ വെക്കുന്നതിന്റെ വേറൊരു ഫോമാണിത്. ഇതാ കണ്ടാൽ ഇങ്ങനെ റാന്തൽ പോലെ ഇരിക്കും. അപ്പോൾ ഇത് ഈ മഞ്ഞ കളർ നമുക്കറിയാലോ, മഞ്ഞ കളർ പൊതുവേ കീടങ്ങളെ അട്രാക്ട് ചെയ്യുന്നൊരു കളറാണ്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ അടിയിൽ ഹോളുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 കേക്ക് ഉണ്ട്. 2 കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം പച്ചക്കറികൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, ഒരെണ്ണം പഴങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളത്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് ഇപ്പോൾ നമ്മൾ പഴങ്ങൾക്കുള്ള കേക്കാണ് വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മാവ്, ചാമ്പ അതുപോലുള്ള പഴങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഈ കേക്ക് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഈ കേക്ക് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കേക്ക് തൂക്കിയിടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇത് കേക്ക് തൂക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു കേക്കുണ്ട്. കവർ പൊട്ടിക്കുക, കേക്ക് പുറത്തെടുക്കുക. ഈ കേക്കിന് ഇപ്പം തന്നെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടുള്ള കേക്കാണ്. എന്നിട്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കേക്ക് ഇങ്ങനെ തൂക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കേക്ക് ഇങ്ങനെ ഘടിപ്പിച്ച് വെക്കുക. കേക്കിനത് ഇങ്ങനെ ഘടിപ്പിച്ച് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് കുത്തി വെക്കുക. അപ്പോൾ കേക്ക് ഇതിനകത്തേക്ക് ഫിക്സ് ആക്കി വെച്ചു. പിന്നെയാണ് നമ്മുടെ പരിപാടി. ഇതിൻ്റെ ബേസാണ് കേട്ടോ. ഈ ബേസിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കണം. അതെന്തിനകത്ത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളൊരു ഇത്രയും വെള്ളം ഇങ്ങനെ ഒഴിച്ചു വെച്ചു. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഇതിനെ ലോക്കിട്ട് അടച്ചു വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കെട്ടിത്തൂക്കിയിടുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം എന്ത് ചെയ്യും, ഉള്ള ഫ്ലൈസ് എല്ലാം പറന്ന് വന്ന് ഇതിൻ്റെ അടിവഴി ഉള്ളിലകത്തേക്ക് കയറും. എന്നിട്ട് ഈ കേക്കിൻ്റെ ചുറ്റി കറങ്ങിയിട്ട് താഴേക്ക് പോകുമ്പോൾ ഈ വെള്ളത്തിൽ വീഴും. എന്നിട്ട് ഇത് എവിടെയെങ്കിലും ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടുക. ശരിക്കും ഫ്രൂട്ട് ട്രീസ് ഒക്കെ ആണെങ്കിൽ ഫ്രൂട്ട് ട്രീസിൽ കെട്ടിത്തൂക്കി ഇടുക, അല്ലെങ്കിൽ പച്ചക്കറിയിലൊക്കെ ആണെങ്കിൽ പച്ചക്കറി ചെയ്യുന്നിടത്ത് കെട്ടിത്തൂക്കി ഇടുക. അപ്പോൾ ഒരു ഗംഭീര ഫ്ലൈ ട്രാപ്പാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിങ്ങനെ ഈ മഞ്ഞ നിറം കൂടെ ആയത് കാരണം ഇതിനകത്തേക്ക് കീടങ്ങൾ വന്നു കയറും. ഇതിനകത്ത് ഫുള്ള് ട്രാപ്പാകും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ വെള്ളത്തിനകത്ത് നിറച്ച് ഈ ഈച്ചകൾ വീണ് കിടപ്പുണ്ടാവും. അപ്പോൾ ഈ വെള്ളവും ഈച്ചയും കൂടെ എടുത്ത് കളയുക, വീണ്ടും വെക്കുക. അപ്പോൾ ഇപ്പം ഞാനിട്ടത് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത കേക്കുണ്ട്. പച്ചക്കറിയാണ് ചെയ്യുന്നതെങ്കിൽ പച്ചക്കറിയുടെ മണം ഇഷ്ടമുള്ള കീടങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറിയുടെ കേക്കുണ്ട്. അപ്പോൾ ഇതെടുക്കുക, ഇതിനകത്ത് കെട്ടിത്തൂക്കിയിടുക. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ കീടങ്ങൾ വരും, ഇതിനകത്ത് ട്രാപ്പാകും. ഏകദേശം ഒരു 200-250 രൂപയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന് വില വരുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തും ഇത് കൊറിയറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്ന നമ്പറും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അടുക്കളത്തോട്ടം നടത്തുമ്പോൾ വലിയ കീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ഗംഭീര വഴിയാണ് ഈ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കൃഷിയുടെ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇവിടെ പറയുന്നു, ബൈ.